السلام عليكم ورحمة الله. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. أعوذ بالله من الشيطان الرجيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കാരണവന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം യഥാർത്ഥ മുഅ്മിനുകളായി പാലിച്ച് ജീവിക്കണമെന്ന് സ്വയം ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബിൻ്റെ വസിയ്യത്തുകൾ ആത്മാർത്ഥമായി നിറവേറ്റുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടവും അവൻ്റെ പൊരുത്തവും സമ്പാദിക്കുക എന്നതാണ്. ഈ പ്രോഗ്രാം അടക്കം നമ്മുടെ അധ്വാനങ്ങൾ മുഴുവൻ, നമ്മളുടെ ആരാധനകൾ, പ്രവർത്തനങ്ങൾ എല്ലാം ആ ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടിയാണ് നമ്മൾ നിർവഹിക്കുന്നത്. എന്നാൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ, വിശ്വാസികളെന്ന് പറയുന്നവരുടെ തന്നെ ഒരു വേള നല്ല അധ്വാനിച്ച് അവസാനത്തിൽ കർമ്മഫലങ്ങൾ വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് തങ്ങൾക്കൊന്നുമില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു വിഭാഗത്തെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മളാരും അക്കൂട്ടത്തിലാകാതിരിക്കാനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. നമുക്കാർക്കും പരിപൂർണമായി ഒന്നും ഏറ്റവും ശരിയായി ചെയ്യാൻ കഴിയുമെന്ന് നമുക്കാർക്കും തോന്നുന്നില്ലല്ലോ. നമ്മുടെയൊക്കെ കർമ്മങ്ങളുടെ ന്യൂനതകളും കുറവുകളുമൊക്കെ മറച്ചുവെച്ച് അതെല്ലാം പരിഹരിച്ച് അതിൻ്റെ ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ തന്നെ റബ്ബ് തിരിച്ചു നൽകണം, അതിൻ്റെ പ്രതിഫലം നൽകണം എന്നതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഗാഷിയയുടെ തുടക്കം തന്നെ അള്ളാഹു പറയുന്നത് മനുഷ്യരെ ബാധിക്കുന്ന, അവരുടെ മുഖമാകെ വിവർണമാകുന്ന ഒരു ദിനം, ആമിലത്തുൻ നാസിബ, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് റബ്ബിൻ്റെ മുന്നിൽ കർമ്മങ്ങളുടെ ഫലം സ്വീകരിക്കാൻ വേണ്ടി വരുന്ന ഒരു സമയത്ത് ഒന്നുമില്ല ഞങ്ങൾക്ക് എന്ന് തിരിച്ചറിയുക മാത്രമല്ല, ജീവിതം നഷ്ടപ്പെട്ടു പോയി, കഷ്ടപ്പാടാണ് ഇനിയുള്ളത് എന്ന് ബോധ്യപ്പെടുന്ന ഒരു വിഭാഗത്തെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മുടെ ആദർശത്തിൻ്റെയും നമ്മുടെ ദീനിൻ്റെയും ഒക്കെ മാറ്റ് നമ്മളൊന്ന് ഉരക്കല്ലിൽ ഉരസു നോക്കി അത് 100% യാഥാർത്ഥ്യമായ അല്ലെങ്കിൽ ശരിയായത് തന്നെയാണ്, ഒറിജിനൽ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടുന്നത്. അങ്ങാടിയിൽ പോയി എന്ത് വാങ്ങുകയാണെങ്കിലും അത് ഒറിജിനലാണോ അല്ലേ, ഞാൻ പറ്റിക്കപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാതെ നമ്മൾ ആരും വാങ്ങാറില്ല. എന്തിനധികം വൈകുന്നേരം അങ്ങാടിയിൽ പോയി മത്സ്യം വാങ്ങുമ്പോഴടക്കം അതിൻ്റെ ചെകിളയൊന്ന് പിടിച്ചു നോക്കിയിട്ടേ നമ്മൾ വാങ്ങാറുള്ളൂ. നല്ലതാണോ കുഴപ്പമില്ലാത്തതാണോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് അയാളോട് ചോദിച്ച് ഉറപ്പുവരുത്തും. ഇതൊക്കെ എന്തിനാ? നമ്മൾ വാങ്ങിയ മത്സ്യം കേടായിട്ടുള്ളതാണെങ്കിൽ, അത് ചീഞ്ഞുപോയതാണെങ്കിൽ
അങ്ങോട്ട് പുറത്തേക്കിട്ടാൽ മതി. നമ്മൾ അതിൽ ഇന്ന് മീൻ കൂട്ടണ്ട എന്ന് കരുതിയാൽ മതി. അതേപോലെ തന്നെയാണ് നമ്മൾ വാങ്ങുന്ന ഓരോ കാര്യവും. പക്ഷേ നമ്മുടെ ദീൻ അത് ശരിയല്ലാത്തതാണ്, അത് കൂടിക്കലർന്നതാണ്, മറ്റു പലതും അതിലേക്ക് വന്നുപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ലതും ചീത്തയും കൂടിക്കലർന്നതാകെ ചീത്തയായി പോയിട്ടുണ്ട്, കേടായി പോയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സമയം, നാളെ മരണപ്പെട്ട് റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ അതിനേക്കാൾ വലിയ നഷ്ടം പിന്നെ വേറെ ഏതാണുള്ളത്? അതിനേക്കാൾ വലിയ ഒരു നഷ്ടം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് ഏത് വസ്തുക്കൾ വാങ്ങുന്ന സമയത്തും അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കാനുള്ള മാനദണ്ഡങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് വസ്തുക്കളും വാങ്ങുന്നത്. പക്ഷേ നമ്മുടെ വിശ്വാസം, നമ്മുടെ ആദർശം, നമ്മുടെ ദീൻ, നമ്മുടെ പ്രവർത്തനങ്ങൾ അത് ശരിയാണോ, സത്യമാണോ, നല്ലതാണോ, അതെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടതാണോ എന്ന് ഉറപ്പിച്ച് നോക്കിയിട്ട് കർമ്മങ്ങൾ ചെയ്യാനും വിശ്വാസം സ്വീകരിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? അവിടെയാണ് മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ ബുദ്ധിയും അതേപോലെ തന്നെ അവൻ്റെ കഴിവുകളും വർക്ക് ചെയ്യേണ്ടുന്നത്. നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ ആദർശത്തിനും നമ്മുടെ ദീനിനും അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യൽ നിർബന്ധമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അളക്കാനുള്ള മാർഗങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും നല്ല ഭക്ഷണമാണെങ്കിലും ഒരൽപ്പം വിഷം അതിൽ ചേർന്നിട്ടുണ്ട് എങ്കിൽ ആ ഭക്ഷണം നമ്മൾ ഒഴിവാക്കും. അത് നല്ലതാണ് എന്ന് നമ്മൾ പറയില്ല. അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൽ ഈ രൂപത്തിലുള്ള വിഷം കലർന്നിട്ടുണ്ടോ ഇല്ലേ എന്നത് നമ്മൾ നോക്കിയിട്ടില്ല എങ്കിൽ നമ്മുടെ ദീനും നമ്മുടെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകില്ലേ? എത്ര നല്ല അല്ലേ? ഒരു ചെമ്പ് ബിരിയാണി വെച്ച് അതിലേക്ക് 2 തുള്ളി മണ്ണെണ്ണ ഇറ്റിയാൽ കഴിഞ്ഞില്ലേ ഇതിൻ്റെ കാര്യം? ഇതാണ് അവസ്ഥ എങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മളൊന്ന് മാറ്റി നോക്കുക. അതിൽ വല്ലതും കലർപ്പ് വന്നിട്ടുണ്ടോ? വല്ലതും ചേർന്ന് പോയിട്ടുണ്ടോ? ഉറപ്പുവരുത്തൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അത് അവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇങ്ങനെ കാക്കകാരണവന്മാരായി കേട്ടുവന്നതല്ലേ എന്ന് ആ രൂപത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒന്നല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും കാര്യമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടല്ലേ റബ്ബ് പറഞ്ഞത്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നിനക്ക് മുമ്പ് നിയോഗിച്ച എല്ലാ പ്രവാചകന്മാർക്കും ഞാൻ വഹീ നൽകിയിട്ടുള്ള വിഷയമാണ്. നിങ്ങളെങ്ങാനും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, നിങ്ങളുടെ വിശ്വാസത്തിൽ ഷിർക്ക് കലർന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും പൊളിഞ്ഞു പോകും. ലയഹ്ബതന്ന അമലുക, മുഴുവൻ പ്രവർത്തനങ്ങളും പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ ഏറ്റവും വലിയ നഷ്ടക്കാരായി മാറുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്തത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുമ്പ് കഴിഞ്ഞ മുഴുവൻ പ്രവാചകന്മാരെയും അഭിസംബോധന ചെയ്ത് അവർക്ക് ഇതേ വഹ്യ് നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ. അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, അതേപോലെ തന്നെ ദീനിന്റെ കാര്യങ്ങളിലുള്ള വിശ്വാസം, പ്രവർത്തനങ്ങൾ, ആചാരങ്ങൾ, അത് മാത്രം പോരാ. അത് ശരിയാണ് എന്ന്, സത്യമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, അതെത്രമാത്രം ശരിയായിട്ടുണ്ട്? ലോകത്തെ സൃഷ്ടിച്ച ഒരു റബ്ബുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രം മതിയോ? പോരാ. അതിനപ്പുറത്ത് ആ റബ്ബാരാണ് എന്ന് വിശ്വസിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ സ്രഷ്ടാവാണ് എന്ന്, ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണെന്ന്, അതിന്റെ മുഴുവൻ മാലിക്, എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ വിശ്വസിച്ചിട്ടുള്ളത്. അതിൻ്റെ അനന്തരമായി കൊണ്ടുവരേണ്ടുന്ന കാര്യങ്ങൾ അതിനോട് തുടർന്നു കൊണ്ട് നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ കർമ്മങ്ങളിലും ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വ്യക്തമായിട്ടാണ് ആ കാര്യം പറയുന്നത്. ഇന്ന റബ്ബക്കുമുല്ലാഹ്
അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള്, നിങ്ങളുടെ റബ്ബ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ്. അതേപോലെ തന്നെ രാവും പകലും മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. സൂര്യചന്ദ്രന്മാരെ നിങ്ങൾക്ക് വേണ്ടി അധീനപ്പെടുത്തി തന്നിട്ടുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് അലാ ലഹുൽ ഖൽഖു വൽ അംർ, എല്ലാറ്റിന്റെയും സൃഷ്ടാവ് അവനാണ് എങ്കിൽ എല്ലാറ്റിലും അവന്റെ നിയന്ത്രണമാണുള്ളത്. അവനാണ് കൽപ്പിക്കുന്നത്, കൽപ്പിക്കാനുള്ള അധികാരം അവനാണുള്ളത്. ആ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ കൽപ്പിക്കുന്നത് പ്രകാരമാണ് സൂര്യചന്ദ്രന്മാർ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം മുഴുവൻ നിയന്ത്രിതമായി പോകുന്നത് അവന്റെ കൽപ്പന പ്രകാരമാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശ്വാസികളായിട്ടുള്ള സമൂഹത്തെ എടുത്തു നോക്കുമ്പോൾ ഏതാണ്ട് 99% ആളുകളും ഈ വിശ്വാസമുള്ളവരാണ്. അഥവാ അള്ളാഹു, ഈ ലോകത്തിനൊരു നാഥനുണ്ട്, പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഖാലിഖും മാലിക്കും മുദബ്ബിറുമായിട്ടുള്ളവൻ എന്ന് വിശ്വസിക്കുന്നവരാണ്. നിഷേധിച്ചവർ വളരെ കുറവാണ്. ചരിത്രം നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് നിഷേധികളുടെ കൂട്ടത്തിൽ കാണുന്നത്. ആരാണ്? ഒന്ന് ഫിർഔൻ, അല്ലേ, അന റബ്ബുകുമുൽ അഅല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മജൂസികൾ നന്മയുടെ രക്ഷിതാവ്, നന്മയുടെ സൃഷ്ടാവ് പ്രകാശമാണെന്നും തിന്മയുടെ സൃഷ്ടാവ് ഇരുട്ടാണെന്നും വിശ്വസിക്കുന്നവരാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ ഒന്നിൽ കൂടുതൽ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. ഇനി മുസ്ലിങ്ങളുടെ കൂട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഖദരികൾ ഒന്നിൽ കൂടുതൽ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അഞ്ചാമതായി റാഫിളികൾ, ഷിയാക്കളിലെ ഏറ്റവും കടുത്ത ഇന്നത്തെ ഇറാനിലൊക്കെയുള്ള റാഫിളികൾ ഒന്നിൽ കൂടുതൽ ദൈവസങ്കല്പം അവരുടെ ദൈവസങ്കല്പത്തിന്റെ ഭാഗമായി കൊണ്ട് കടന്നു വരുന്നുണ്ട്. അവരത് അംഗീകരിക്കുന്നില്ല എങ്കിലും. അതേപോലെ തന്നെ ആറാമത്തെ ഒരു വിഭാഗമായി സൂഫികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏഴാമത്തത് നുസൈരികൾ. ഈ 7 വിഭാഗങ്ങളാണ് ചരിത്രത്തിൽ അല്ലാഹു അല്ലാത്ത മറ്റൊരു സൃഷ്ടാവുണ്ട് എന്ന്, അല്ലാഹു അല്ലാത്ത മറ്റൊരു നിയന്താവുണ്ട് എന്ന് വിശ്വസിക്കുന്ന വിഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കേരളത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്ന, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ തന്നെ നേരെ തിരിച്ച് അതിലേക്ക് എത്തിയില്ലേ? ഈ ലോകത്തിന്റെ നിയന്ത്രണം, അല്ലേ, ഒന്ന് കണ്ണ് ചെമ്മിയിട്ടുണ്ടെങ്കിൽ, CM ഒന്ന് കണ്ണ് ചെമ്മിയിട്ടുണ്ട് എങ്കിൽ എന്താണ്? ആകാശത്ത് വിമാനങ്ങൾ കൂട്ടിമുട്ടുമെന്നാണ് പറയുന്നത്. നഊദു ബില്ലാഹ്. നമുക്കത് അവരെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ ഏറ്റവും വലിയ അബദ്ധമാണ് സംഭവിച്ചത്. ഫിർഔനിന്റെ വാദത്തിലേക്കാണ് പോകുന്നത്. അതേപോലെ തന്നെ മജൂസികളുടെ വാദത്തിലേക്കാണ് പോകുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ ചിന്തയുണ്ടായോ? നമ്മൾക്ക് ഒരു ബാധ്യതയില്ല. നമ്മുടെ കുടുംബത്തിൽ ഈ വിശ്വാസം പേറിക്കൊണ്ടിരിക്കുന്നവരില്ലേ? നമ്മുടെ ചുറ്റുപാടിൽ ഈ വിശ്വാസം പേറിക്കൊണ്ടിരിക്കുന്നവരില്ലേ? ഓരോ ദിവസത്തിലും നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ ഫോണുകളിലൂടെയും നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയും വന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ പ്രസംഗങ്ങളിൽ, അവരുടെ പ്രോഗ്രാമുകളിൽ ഇതിനെ അടിവരയിട്ടുകൊണ്ട് ബോധ്യപ്പെടുത്തുന്ന, ശരിയാണെന്ന് സ്ഥാപിക്കുന്ന, ന്യായീകരിക്കുന്ന ക്ലിപ്പുകൾ കാണുന്ന സമയത്ത് നമുക്കൊരു ബാധ്യതയില്ലേ നമ്മുടെ കുടുംബക്കാരോട്? നമുക്കൊരു ബാധ്യതയില്ലേ നമ്മുടെ അയൽവാസികളോട്? ഈ ഒരു ബാധ്യത ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി കൊണ്ട് ശരിയായ ദീനിൽ ഉറച്ചു നിൽക്കാനും ആ ദീൻ കൈമുതലാക്കാനും സാധിച്ചതിലുള്ള സന്തോഷം, അതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിലുള്ള ആളുകൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തം നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു വിശ്വാസമാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ഇങ്ങനെ വിശ്വസിച്ചാൽ മാത്രം പോരാ. ഈ വിശ്വാസം ആർക്ക് വരെയുണ്ടായിരുന്നു? അല്ലാഹുവാണ് റബ്ബ് എന്ന, അല്ലാഹുവാണ് മാലിക്കുൽ മുൽക്ക് എന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാറ്റിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. എന്നിട്ടും അവർ മുശ്രിക്കുകളായി ഇല്ലേ? അതുകൊണ്ട് ഈ വിശ്വാസം, ഈ ആദർശം അതിനെ തുടർന്ന് വരുന്ന ഏറ്റവും അടിസ്ഥാനപരമായ മറ്റൊന്നിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതാണ് പ്രവാചകന്മാർ ചെയ്തത്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പ്രവർത്തനം അതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന് പ്രബോധനം നടത്തിയപ്പോൾ അവർ ചോദിച്ചത്, ഖാലൂ അജിതനാ ലിനഅബുദല്ലാഹ വഹ്ദ, അല്ല
നീ വന്നത് അള്ളാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കണമെന്ന് പറയാനാണോ? അള്ളാഹുവാണ് റബ്ബ്, ഞങ്ങൾ അംഗീകരിച്ചു. അള്ളാഹുവാണ് മാലിക്, ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ലോകത്തിന്റെ നിയന്താവ്, ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയാനാണോ നീ വന്നത്? വനദറ മാ കാന യഅബുദു ആബാഉന, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ തേടിക്കൊണ്ടിരിക്കുന്ന, ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അവരുടെ ജീവിതത്തിലെ നന്മകൾ നേടുന്നതിനു വേണ്ടി അവർ അവലംബിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചു സഹായം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒഴിവാക്കണമെന്നാണോ നീ പറയുന്നത്? അതാണ് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്, അതാണ് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്ന് അവർ പറഞ്ഞു. ഇവിടെയാണ് പ്രശ്നം, അല്ലേ? ഇവിടെയാണ് പ്രശ്നം. ആ പ്രശ്നമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യേണ്ടത്. അവിടെയാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അഭിസംബോധന ചെയ്ത് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യം വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക്. നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രബോധനം, ശിർക്ക് വന്നാൽ, ഇബാദത്തിൽ ശിർക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും സഹായം ചോദിക്കുകയും തവക്കുലാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ മുഴുവൻ പൊളിഞ്ഞു പോകുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കാര്യം മാത്രം പൊറുക്കില്ല, ബാക്കിയുള്ളതൊക്കെ അല്ലാഹ് പൊറുത്തു തരാൻ സന്നദ്ധനാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ റബ്ബ് സുബ്ഹാനഹു വ തആലയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ റബ്ബിന്റെ മഹത്വങ്ങൾ തിരിച്ചറിഞ്ഞും മനസ്സിലാക്കിയും അവന്റെ നാമങ്ങളും അവന്റെ ഗുണങ്ങളും വിശേഷണങ്ങളിലൂടെയും അല്ലാഹ് വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയതുപോലെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് ഏറ്റവും ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്, ഈ ഒരു ഭാഗത്ത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, മറ്റൊരാളോടും ആരാധിക്കില്ല, മറ്റൊരാളോടും പ്രാർത്ഥിക്കില്ല, സഹായം ചോദിക്കില്ല എന്ന് പറഞ്ഞ വിശ്വാസികൾ, തൗഹീദുള്ള നമുക്ക് വരാൻ സാധ്യതയുള്ള ഷിർക്കിന്റെ ഇനങ്ങളുണ്ട്. അതേതാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. റിയാ, മറ്റുള്ളവർ കാണട്ടെ എന്ന് കരുതിയിട്ട്, മറ്റുള്ളവർ ഞാൻ അങ്ങനെ ചെയ്യുന്നവനാണ്, ഞാൻ ഇങ്ങനെയുള്ളവനാണ്, ഞാൻ അത് ചെയ്യുന്നവൻ, അങ്ങനെ ഒരു മനുഷ്യൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ആ പ്രവർത്തനം മുഴുവൻ പൊളിഞ്ഞുപോയി എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. ഷിർക്കാണത്, പുറത്തു കൊടുക്കില്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നബി പറഞ്ഞില്ലേ, അന അഗ്ന ശുറകാഇ അനി ശിർക്ക്. അല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, എന്ത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എനിക്ക് ഒരാളുടെയും, എനിക്ക് മാത്രം ഉള്ളത് എനിക്ക് തന്നാൽ മതി, മറ്റൊരാളെ കൂടി പങ്കു ചേർത്തിട്ട് എൻ്റെ പ്രീതിയും കിട്ടണം, അവൻ്റെ ഇഷ്ടം കിട്ടണം, അവൻ്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടണം, രണ്ടും കൂടി വേണ്ട, അത് അവന് കൊടുത്തേക്ക്, എനിക്ക് വേണ്ട എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും. മാത്രമല്ല തറക്തുഹു വ ശിർക്കഹൂന, അവനെ തന്നെ ഞാൻ കൈവിടും. അവന്റെ ഷിർക്ക് മാത്രമല്ല, അത് ഷിർക്കാണ് എന്ന് പറയുകയും അതോടൊപ്പം അവനെ തന്നെ ഞാൻ കൈവിടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്റെയും നിങ്ങളുടെയും കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ, സ്വതക്ക കൊടുക്കുന്നത്, നമസ്കരിക്കുന്നത്, മറ്റേതെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നത്, സമൂഹത്തിൽ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇതിലൊക്കെ അത് മറ്റുള്ളവർ കാണട്ടെ എന്ന ഒരു ചിന്ത കടന്നു വരുന്നുണ്ടെങ്കിൽ അവിടെ ശിർക്ക് വന്നു എന്ന് നമ്മൾ ഏറ്റവും ഗൗരവമായി മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക. സത്യം ചെയ്യുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. അത് തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നത് ചെറിയ ഷിർക്കിന്റെ ഇനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക്. അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ ഷിർക്ക് ചെയ്തവനായി പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു, അല്ലേ? ഉമ്മയെ കൊണ്ട് സത്യം ചെയ്യുക, അതേപോലെ തന്നെ നീരില്ലാത്ത മരം കൊണ്ട് സത്യം ചെയ്യുക, അതേപോലെ തന്നെ മലകൾ കൊണ്ട് സത്യം ചെയ്യുക, എന്തിനേറെ
നമസ്കാരം കൊണ്ടും പള്ളി കൊണ്ടും സത്യം ചെയ്താൽ വരെ എന്തായി മാറി? ഷിർക്കിന്റെ ഇനത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ സംസാരത്തിൽ ഇടയ്ക്ക് കയറി വരുന്ന ഒന്ന്, ഇയ്യും പടച്ചോനും വിചാരിച്ചാൽ അത് നടക്കും. പറയാൻ പാടില്ല എന്നാണ്, ഷിർക്കാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലേ. ഇത് അള്ളാഹും നിന്നെ ഞാൻ വരമേൽപ്പിച്ചു, പറയാൻ പറ്റുമോ? പാടില്ല, ഷിർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. മുകളിൽ എനിക്ക് റബ്ബുണ്ട്, ഇവിടെ എനിക്ക് നീയുമുണ്ട് എന്ന് പറഞ്ഞാൽ ഷിർക്കാണ് എന്നാണ്. എത്ര ഗൗരവമുള്ള കാര്യ! മുകളിൽ എനിക്ക് റബ്ബും ഇവിടെ എനിക്ക് നീയുമുണ്ട് എന്ന് പറഞ്ഞാലടക്കം ഷിർക്കിന്റെ വാക്കാണ് എന്ന് നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ തന്നെ ആരെങ്കിലും കണക്ക് നോട്ടക്കാർ പറയുന്നത് സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ ഷിർക്ക് ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ, എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെക്കുന്ന സമയത്ത് ഒരു നാള് നോക്കൽ വേണ്ട, നാള് നോക്കണ്ട, എന്തു മതി, ഒരു ഇറങ്ങിയപ്പോഴാണ് ആ സാധനം അല്ലേ. നമുക്കിഷ്ടമില്ലാത്തൊരാളെ മുന്നിൽ കണ്ടാൽ, ഇഷ്ടമില്ലാത്തൊരു പ്രവർത്തനം കണ്ടാൽ അതുവരെ പറയാൻ പാടില്ല. നമ്മൾ സാധാരണ പൂച്ചൻ്റെ ഉദാഹരണം, കറുത്ത പൂച്ച ഒന്നും വേണ്ട. നമുക്കിഷ്ടമില്ലാത്ത ഒരു സാധനം, ഒരു കാര്യം നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് കേൾക്കുകയോ കാണുകയോ ചെയ്ത് അത് നമ്മുടെ മനസ്സിലൊരു പ്രയാസമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്തായി? ഷിർക്കിൻ്റെ ഇനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത് അല്ലേ. ഇങ്ങനെ ഷിർക്കിൻ്റെ ഇനങ്ങൾ എത്രയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള കാര്യം അല്ലേ. ഏലസ് കെട്ടുന്നത്, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ചെയ്യുന്നത്, ഈ പ്രവർത്തനങ്ങളൊക്കെ ഷിർക്കിൻ്റെ ഇനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. ഇതാണ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ബിരിയാണിയിൽ മണ്ണെണ്ണ ഇറ്റുന്നുണ്ടോ എന്ന് നോക്കണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതേപോലെ നമ്മുടെ വിശ്വാസത്തിൽ വിഷം കലരുന്നുണ്ടോ നമ്മൾ ഉറപ്പിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം. കലർപ്പില്ലാത്ത വിശ്വാസമാണ്. അല്ലാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചതുപോലെ അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരല്ലോ, പിന്നെന്ത് വേണം? അല്ലാഹ് റബ്ബാണ് എന്ന് വിശ്വസിക്കണം, അല്ലാഹ് ഇലാഹാണ് എന്ന് വിശ്വസിക്കണം അല്ലേ. അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു. ആ പ്രവാചകൻ നിങ്ങൾക്ക് എന്തറിയിച്ചു തന്നിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്ത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടോ അത് നിങ്ങൾ സ്വീകരിക്കണമെന്നാണ് അല്ലേ. അത് നിങ്ങൾ സ്വീകരിക്കണം അല്ലേ. അവൻ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തെങ്കിലും ഒന്ന് അത് ഫർളാ അല്ലേ. ഒരു കാര്യം പറയുമ്പോൾ അത് ഫർളാ അതാ സുന്നത്താ, ആ ചോദ്യം മുഅ്മിനീങ്ങൾക്ക് ചേർന്നതല്ല എന്നാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അത് സ്വീകരിക്കുക. പറഞ്ഞതാണെന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് അത് സ്വീകരിക്കുക, നിർവഹിക്കുക. നമുക്ക് ചെയ്യാൻ വല്ല പ്രയാസം ഉണ്ടായി, അത് ചെയ്യാതെ പോയി, അപ്പം നമ്മളൊന്ന് അന്വേഷിക്കുക. അല്ല, ഞാൻ ആ ചെയ്യാതെ വിട്ടുപോയ കാര്യം, ചെയ്യാതെ വിട്ടുപോയ കാര്യം അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടാകുമോ, അതിനെന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരുമോ, നിർബന്ധമാണോ, അതല്ല സുന്നത്താണോ? ഇതാണ് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുള്ളത്. സഹാബത്തിന്റെ 23 വർഷത്തെ ജീവിതമെടുത്തിട്ട് പണ്ഡിതന്മാർ പറയുന്നു, 23 വർഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിട്ട് അക്കൂട്ടത്തിൽ ഒരൊറ്റ സംഭവമാണ് എനിക്ക് തെരഞ്ഞിട്ട് കാണാൻ കഴിഞ്ഞത്. ഒരു സ്വഹാബി നിർബന്ധമാണോ, അതല്ല പ്രവാചകരെ നിങ്ങളൊരു കാര്യം എന്നോട് നിർദ്ദേശിച്ചതാണോ എന്ന് ചോദിച്ച ഒരൊറ്റ സംഭവമുള്ളൂ. നമ്മൾ ആദ്യം അത് നിർബന്ധമാണോ സുന്നത്താണോ എന്ന് അറിയണം, എന്നിട്ടേ നമ്മൾ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുള്ളൂ. ശരിക്ക് പ്രവാചകനിലുള്ള വിശ്വാസത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത് പ്രവാചകൻ പറഞ്ഞത് പൂർണ്ണമായും സ്വീകരിക്കുക എന്നതാണ്. നമ്മൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക, അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ റസൂല് നിർബന്ധമായിട്ട് അള്ളാഹ് കൽപ്പിച്ചു
എന്ന് പറഞ്ഞത് നമുക്ക് സ്വീകരിക്കാം, ബാക്കിയുള്ളത് അത് വേണമെങ്കിൽ പറ്റുകയാണെങ്കിൽ നോക്കാം എന്ന ഒരു നിലപാടൊരു വിശ്വാസിക്ക് ചേർന്നതല്ല. 23 വർഷത്തിനിടയിൽ ഒരു സ്വഹാബി അല്ലേ, നബിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാണല്ലോ, എല്ലാ കാര്യങ്ങളും ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു സ്വഹാബി ചോദിച്ചത് ഒറ്റ കാര്യമുള്ളൂ, അത് തന്നെ ഒരു ദീനീ കാര്യം, ഇബാദത്തായ കാര്യമല്ല. ബരീറ എന്ന് പറയുന്നൊരു പെണ്ണിനെ ആയിഷ റളിയല്ലാഹു അൻഹ അടിമയെ മോചിപ്പിച്ചാലുള്ള പ്രതിഫലവും പുണ്യവുമൊക്കെ അറിഞ്ഞപ്പോൾ ഈ ബരീറ ഒരു അടിമപ്പെണ്ണാണ്, അവളെ പൈസ കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചു ആ കൂലി കിട്ടാൻ വേണ്ടിയിട്ട്. ശരി, ബരീറ സ്വതന്ത്രയായപ്പോൾ ആദ്യം ചെയ്തത് അവളുടെ യജമാനൻ അവളെ കെട്ടിച്ചിരുന്നത് മുഗീസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനായിട്ടായിരുന്നു. ആദ്യം ചെയ്ത് എനിക്ക് ഇനി മുഗീസിനെ വേണ്ടാന്ന് പറഞ്ഞു. സ്വതന്ത്രയായി, അവളുടെ കാര്യം സ്വതന്ത്രമായിട്ട് അവൾക്ക് തീരുമാനിക്കാനുള്ള അവസ്ഥയായി, അതുകൊണ്ട് എനിക്കിഞ്ഞ് മുഗീസിനെ വേണ്ടാന്ന് പറഞ്ഞു. ഈ മുഗീസ് ഈ ബരീറിൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു എന്നാണ്, അങ്ങാടിയിലൂടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചൂണ്ടിയിട്ട് അയാളിങ്ങനെ നടക്കുന്നത് കണ്ടിട്ട്, നിങ്ങൾ കണ്ടോ മുഗീസിന് അവളോടുള്ള ഇഷ്ടവും അവൾക്ക് മുഗീസിനോടുള്ള വെറുപ്പും എത്രയെന്നുള്ളത്, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കിയില്ലേ. പക്ഷെ ഇയാളിങ്ങനെ പിന്നാലെ കരഞ്ഞുകൊണ്ട് നടന്നു എന്നാണ്. അപ്പോൾ ബരീറിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബരീറെ ജോനെ തിരിച്ചെടുത്താളെ. അവൾ ചോദിച്ച ചോദ്യം, റസൂൽ നിങ്ങൾ നിർബന്ധം ഒരു പ്രവാചകൻ എന്ന നിലക്ക് പറഞ്ഞതാണോ അതല്ല ഒരു നിർദ്ദേശം എന്നുള്ള നിലക്ക് പറഞ്ഞതാണോ? ഈ ഒറ്റ കാര്യമാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഈ ഒരൊറ്റ കാര്യം പ്രവാചകൻ എന്നുള്ള നിലക്കാണെങ്കിൽ ഞാൻ തിരിച്ചെടുത്തു, ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഒരു നിർദ്ദേശമാണെങ്കിൽ എനിക്ക് അയാളെ വേണ്ടാന്ന്, ഞാനൊരു നിർദ്ദേശം പറഞ്ഞാണ് എങ്കിൽ എനിക്ക് വേണ്ട. എത്ര നല്ലതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ സ്വീകരിക്കുക എന്നത്, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുക എന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു. എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള മുജാഹിദുകളും മുവഹിദുകളുമായ ആളുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലേ. രണ്ടാമത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസം, പ്രവാചകനിലുള്ള വിശ്വാസത്തിൽ നമുക്ക് കലർപ്പുകൾ കടന്നു വരുന്ന, നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന 2 വഴികളാണ്. ഒന്ന്, പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളെ നിഷേധിക്കുകയും തള്ളുകയും ചെയ്യുന്ന പ്രവർത്തനം. അതാണ് നമ്മുടെ കൂട്ടത്തിലും മുമ്പ് മുസ്ലിം ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിലും ഇസ്ലാമിക ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിലും ഒരുപാട് ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട സുന്നത്തുകൾ, ഹദീസുകൾ തള്ളിയിട്ടുണ്ട്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസത്തിന്റെ കുറവാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നയാളാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എങ്ങനെയാണോ ഉള്ളത്, ഒരു കാര്യം സ്ഥിരപ്പെടാനും ഒരു കാര്യം സ്ഥാപിതമാകാനും എന്താണോ ഖുർആനിന്റെ ആയത്തിന്റെ സ്ഥാനം, അതേ സ്ഥാനമാണ് ഒരു കാര്യം സ്ഥിരപ്പെടാനും ഒരു കാര്യം സ്ഥാപിതമാകാനും അള്ളാഹുവിൻ്റെ റസൂലിന്റെ സുന്നത്തിനുള്ളത്. ഖുർആൻ ഓതുന്ന കൂലി ഹദീസിനുണ്ടാവില്ല. അതേപോലെയുള്ള കാര്യങ്ങളിൽ ഖുർആനും സുന്നത്തും 2 തട്ടിലാണ്, അതിനൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ ഒരു ഫർള് അള്ളാന്റെ റസൂലെ ഖുർആനിലില്ലാത്ത ഒരു കാര്യം എന്നോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആൻ കൽപ്പിച്ച അതേ സ്ഥാനമാണ് മുസ്ലിങ്ങൾ നൽകുന്നത്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ അത് പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. മുൻഗാമികളായ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചു തന്ന രൂപം അതാണ്. ഇതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ റസൂലാണ് പറഞ്ഞത്, ഞാനും നിങ്ങളും പറഞ്ഞ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ വിശ്വാസയോഗ്യമാണോ അല്ലേ എന്നൊന്ന് ആലോചിച്ചിട്ട്, അല്ല ആ പറഞ്ഞ കാര്യം സംഭവിക്കൂലേ, അത് നടക്കൂലേ, അത് ശരിയാകുമോ ഇല്ലേ എന്നതൊക്കെ ആലോചിച്ചിട്ട് വേണം ഞാനും നിങ്ങളും പറഞ്ഞ കാര്യങ്ങൾ.
പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളും സ്വീകരിക്കണമെങ്കിൽ ഇതേപോലെ നോക്കിയിട്ട് വേണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വഹിയാണോ അവന്റെ ബുദ്ധിയുടെ കഴിവാണോ ഒന്നാമതുള്ളത്? അവിടെയാണ് നമ്മളെ പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നുള്ള വഹിയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ആ കാര്യം എന്റെ ബുദ്ധിയെക്കാളും മേലെയാകാൻ പാടില്ല, എന്റെ ബുദ്ധിക്ക് കീഴ്പ്പെടണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബാലിശമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന്, പ്രവാചകന്റെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് ബോധ്യമായ ഒരുപാട് കാര്യങ്ങൾ തള്ളിയിട്ടുള്ളത്. എന്തിനധികം ഖുർആനിന്റെ ആയത്തിൽ വന്നതുവരെ ബുദ്ധിക്ക് യോജിക്കൂല എന്നുണ്ടെങ്കിൽ തള്ളുന്നിടത്താണ് ഇല്ലേ? നിങ്ങൾക്കറിയില്ലേ, മുമ്പ് നമ്മുടെ മുജാഹിദുകൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്താണോ അല്ല എല്ലായിടത്തും ഉണ്ടോന്ന്. എന്താ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ളത്? വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? അമിൻതും മൻ ഫിസ് സമാ, ഉപരിയിലുള്ളവൻ അല്ലേ? അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലാകട്ടെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലാകട്ടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് മുഴുവൻ അവൻ ഉപരി ലോകത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ അങ്ങനെ പറയാൻ പറ്റില്ല. അള്ളാഹ് എല്ലായിടത്തും ഉണ്ട് എന്ന് പറയണം. ആ ലേഖനം എഴുതിയത് വേറെ ആരുമല്ല. ആരാ? നമ്മുടെ മുജാഹിദുകളുടെ പത്രത്തിൽ വന്നു. എന്താ അങ്ങനെ വരാൻ കാരണം? അത് ബുദ്ധിക്ക് യോജിക്കൂലാന്നാ. അത് ബുദ്ധിക്ക് യോജിക്കൂലാന്നാ. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ കഴിവുകളും കലകളുമാണ്, അതിനെയൊന്നും എതിർക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ ആ ഹദീസ് നബി പറഞ്ഞതാവൂല, അങ്ങനത്തെ ഹദീസ് നബി പറഞ്ഞാലും സ്വീകരിക്കാനും പറ്റൂല. എന്തൊക്കെ കാര്യങ്ങൾ, ഒന്ന് ഉദാഹരണമായിട്ട് ഞാൻ 2-3 കാര്യങ്ങൾ ഇങ്ങനെ പറയാം അല്ലേ? താടിയുടെ കാര്യം, വസ്ത്രധാരണത്തിന്റെ കാര്യം, സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന്റെ കാര്യം, അതേപോലെ തന്നെ അജുവാക്കാരക്ക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഞാൻ അങ്ങനെ എണ്ണി പറയേണ്ട ആവശ്യമില്ല. ഈ ഹദീസുകൾ, സിഹിറിന്റെ പിശാജിന്റെ ബന്ധം, അതേപോലെ തന്നെ ബദറിൽ മലക്കുകൾ ഇറങ്ങിയതടക്കം വിശുദ്ധ ഖുർആനിൽ വന്ന കാര്യം അടക്കം നിഷേധിക്കുന്നിടത്ത് എവിടേക്ക് എത്തി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നിഷേധം പലപ്പോഴും വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ വരെ നിഷേധിക്കുന്നിടത്തേക്ക് എത്തി. ഞാനത് വിശദമാക്കി പറയല്ല. രണ്ടാമത്തത് അല്ലേ, ഒന്ന് നിഷേധത്തിന്റെ വഴിയിലൂടെ പ്രവാചക വിശ്വാസത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു വരും. രണ്ടാമത്തത് ബിദ്അത്തുകളിലൂടെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസത്തിൽ തകർച്ച കടന്നു വരുന്ന ഒരു ഏരിയ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്താണ് ബിദ്അത്ത്? നമുക്ക് എല്ലാവർക്കും അറിയാം ബിദ്അത്ത് എന്താണെന്നുള്ളത്. പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മതത്തിൽ ഏതൊരു കാര്യം പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു കാര്യം ഉണ്ടാക്കിയിട്ടുണ്ടോ അത് മുഴുവൻ ബിദ്അത്ത് എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക. അത് അനുഷ്ഠാന രംഗത്താകട്ടെ, അതേപോലെ തന്നെ ആഘോഷത്തിന്റെ കാര്യത്തിലാകട്ടെ, ആചാരങ്ങളുടെ കാര്യത്തിലാകട്ടെ, എല്ലാം അത് ബിദ്അത്തിന്റെ ഇനത്തിൽ തന്നെയാണ് പെടുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യം സ്വീകരിക്കാൻ അതിന് പ്രതിഫലം ആഗ്രഹിച്ചാൽ മാത്രം പോരാ, മറിച്ച് അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുകൂടിയാകണം എന്നതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള. ഇബാദത്തുകളുടെ പ്രതിഫലം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇബാദത്തിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുക. ഇബാദത്ത് സ്ഥിരപ്പെടണമെങ്കിൽ അത് പ്രമാണങ്ങളിലൂടെ മാത്രമേ സ്ഥിരപ്പെടുള്ളൂ. ഇബാദത്തുകളുടെ അടിത്തറ അൽ മൻഅ് എന്നതാണ്. ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. റസൂൽ ഇങ്ങോട്ട് പറഞ്ഞു തന്നത്, അള്ളാഹ് ഇങ്ങോട്ട് അറിയിച്ചു തന്നത്, ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ നമ്മുടെ ഇടപാടുകളുടെ, നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ അടിത്തറ ഏതാണ്? അത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാം, എല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇടപാടുകളുടെയും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളുടെയും ഒക്കെ കാര്യങ്ങളിൽ അതാണ്. എന്നാൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ അടിസ്ഥാനം ഒന്നും പാടില്ല എന്നുള്ളതാണ്. സ്ഥിരപ്പെട്ടത് മാത്രം ചെയ്യുക എന്നതാണ് മുസ്ലിം ഉമ്മത്ത് അംഗീകരിക്കുന്ന ഒരു അടിസ്ഥാനമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഈ രൂപത്തിലൊക്കെ നമ്മുടെ വിശ്വാസം കലർപ്പ് കടന്നു വരുന്നതാണ്. അതേപോലെ തന്നെ ഇതൊക്കെ ശരിയായാലും വീണ്ടും പ്രശ്നങ്ങൾ നമ്മുടെ വിശ്വാസരംഗത്തെ, നമ്മുടെ ആദർശ രംഗത്തെ ബാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കങ്ങനെ ബാധിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ ഒരു കാര്യമാണ് നന്മയോടുള്ള ആഭിമുഖ്യം എത്രയുണ്ട് നമുക്കുള്ളത്. നന്മയോട്
ഒരു സൽക്കർമ്മത്തോട് അല്ലേ? ഇപ്പൊ നമ്മള് പുറത്ത് നോക്കുക, എത്ര വാഹനമാണ് അങ്ങാടിയിലുള്ളത് അല്ലേ? ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്ന ആളുകൾ മാത്രമല്ലല്ലോ, പിന്നെ അത് കാണാനും വീക്ഷിക്കാനും അതിൽ കൂടിയാടാനും വന്ന ആളുകളാണ് പകുതിയിലേറെയും. എന്നാൽ ഒരു നല്ല കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വിളിച്ചാലും ക്ഷണിച്ചാലും പറഞ്ഞാലും ആളുകൾക്ക് ഇത് കിട്ടൂല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വിശ്വാസം എത്ര കണ്ട് പെർഫെക്റ്റ് ആണ് എന്ന് തിരിച്ചറിയാൻ നമ്മളോട് തന്നെ ചോദിക്കേണ്ടുന്ന, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൽക്കർമ്മങ്ങളോടുള്ള നമ്മുടെ നിലപാട് എന്താണ്. ഒരു കാര്യം നന്മയാണ് എന്ന് തിരിച്ചറിഞ്ഞാലുള്ള നമ്മുടെ നിലപാട് എന്താണ്. അതിലേക്ക് അത് ഒരാൾ പറയാനും ഒരാൾ ക്ഷണിക്കാനും ചെയ്യാനും വേണ്ടി കാത്തു നിൽക്കണോ? നമ്മൾക്ക് 4 കൂട്ടുകെട്ടുണ്ടായിട്ട് എല്ലാവരും കൂടി ചെയ്യാം, ഞാനായിട്ട് ചെയ്യണില്ല എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നമുക്ക് പറ്റുമോ ഇല്ലേ പറ്റില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലേ? നമ്മളൊക്കെ കൈകെട്ടി നിന്ന് പ്രാർത്ഥിക്കുന്ന, നമസ്കാരത്തിന്റെ തുടക്കത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അതേതാ? എല്ലാവരും ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഖുൽ എന്ന് തുടക്കത്തിൽ പറഞ്ഞത്. ഖുൽ, നബിയെ പറയുക, പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ പറയണം. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞൊരു വാക്കെന്താ? വഅന അവ്വലുൽ മുസ്ലിമീൻ. ഞാനാണ്. എത്ര കാലം കഴിഞ്ഞിട്ടാണ്? ഒന്നാമത്തെ മുസ്ലിം ആദം അലൈഹിസ്സലാമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മൾ പറയുന്നത് വഅന അവ്വലുൽ മുസ്ലിമീൻ എന്ന്. എന്താ? ഓരോരുത്തരും സൽക്കർമ്മങ്ങളിലേക്കുള്ള മുന്നിടൽ കാരണം, അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്ന രംഗത്തുള്ള അവന്റെ നിലപാട് കാരണം ഓരോരുത്തരും തോന്നണം ഞാനാണ് ഒന്നാമനെന്ന്, ഞാനാണ് എല്ലാവരെക്കാളും മുൻകടക്കുക എന്ന് തോന്നണം. ആ രൂപത്തിലുള്ള ഒരു പ്രയോഗമാണ് വഅന അവ്വലുൽ മുസ്ലിമീൻ. നമ്മളോടൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആ പ്രാർത്ഥന, എനിക്ക് ഞാനാണ് എല്ലാവരെക്കാളും മുന്നിൽ എന്ന് തോന്നുന്ന ഒരു പ്രവർത്തനം അല്ലേ? വിശുദ്ധ ഖുർആൻ അത്തരം ആളുകളെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നാണ് ഖുർആൻ പറയുന്നത്. വയുസാരിഊന ഫിൽ ഖൈറാത്ത് വഉലൈക മിനസ് സ്വാലിഹീൻ. ആരാ സ്വാലിഹ്? ആരാ നല്ല മുഅ്മിൻ? നമ്മുടെ ഈമാൻ പെർഫെക്റ്റ് ആണോ? നമ്മുടെ ഈമാനിന് കുറവുകൾ സംഭവിച്ചിട്ടുണ്ടോ? ന്യൂനതകളുണ്ടോ? തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല വഴിയായി അവർ സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്നവരാണ്, അവരാണ് നല്ലവരായ മുഅ്മിനീങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്വന്തം ജീവിതത്തിൽ തന്നെ അനുഭവിക്കും. നമുക്ക് തന്നെയാണ് അതിൻ്റെ ഗുണമായി കാണാൻ കഴിയുന്നത്. ഒന്ന്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിലൂടെ, അള്ളാന്റെ അടുക്കൽ സ്വീകാര്യമാകുന്നതിലൂടെ, ആഗ്രഹങ്ങൾ സഫലീകരിച്ച് ലഭിക്കുന്നതിലൂടെ, കുടുംബവും മക്കളും അതേപോലെ തന്നെ നമ്മുടെ ഭാര്യയുമൊക്കെ നമ്മൾ ഉദ്ദേശിച്ച ഒരു റൂട്ടിലൂടെ നമുക്ക് കിട്ടാൻ, ദീനിയായ രംഗത്ത് നിലനിൽക്കാൻ ഏറ്റവും നല്ല വഴി അള്ളാന്റെ ദീനിന് നമ്മൾ എത്ര കണ്ട് സേവനം ചെയ്യാൻ മുൻകടക്കുന്നോ അതിനനുസരിച്ച് അള്ളാഹ് നമുക്ക് ഈ രൂപത്തിൽ ഇങ്ങോട്ട് തിരിച്ചു തരുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ചരിത്രങ്ങൾ നമുക്കതിന് സാക്ഷിയായി പറഞ്ഞു തരുന്നു. സക്കരിയ അലൈഹിസ്സലാമിന്റെ ചരിത്രം അള്ളാഹ് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരുന്നത് ഈ 3 കാര്യങ്ങളും ഒരേപോലെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ്. നമുക്കറിയാം സക്കരിയ അലൈഹിസ്സലാം മക്കൾക്ക് വേണ്ടി, കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന. ആ പ്രാർത്ഥന, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ടിട്ട് ഫസ്തജബ്നാ ലഹു. ഒന്ന്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. 2, വവഹബ്നാ ലഹു യഹ്യ, മക്കളെ നന്നാക്കി. വഅസ്ലഹ്നാ ലഹു സൗജഹു, അദ്ദേഹത്തിന്റെ ഭാര്യയെ ഞാൻ ശരിയാക്കി കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? എന്താ അതിനൊക്കെ കാരണം? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ, മക്കളെ കൊടുക്കാൻ, അതേപോലെ തന്നെ കുടുംബത്തെ നന്നാക്കി കൊടുക്കാൻ, എല്ലാറ്റിനും കാരണമായത് ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ മുന്നിടുന്നവരായിരുന്നു. അതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെ ഞാൻ കൊടുത്തു എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്കൊക്കെ ഏറ്റവും ജീവിതത്തിലെ അഭിലാഷമായിട്ടുള്ളത് റബ്ബിന്റെ പ്രീതിയോടുകൂടി, അത് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ തുടങ്ങിയത്, റബ്ബിന്റെ പ്രീതിയോടുകൂടി ജീവിക്കണം, പ്രീതി സമ്പാദിക്കണം.
ഇതല്ലേ, അതാണ് അല്ലാഹ് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. നന്മയിൽ മുന്നേറുന്ന ആളുകൾ ഉലൈകൽ മുഖറബൂൻ, അവരാണ് യഥാർത്ഥത്തിൽ മുഖറബുകളായ ആളുകൾ, റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന, അവന്റെ തൃപ്തി ലഭിക്കുന്ന ആളുകൾ എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇങ്ങനെ വിശ്വാസത്തിൽ ഉഷാറായി പെർഫെക്റ്റായി നിൽക്കാനുള്ള ചില വഴികൾ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, വിശുദ്ധ ഖുർആനിന്റെ പാരായണവും അതിൻ്റെ പഠനവും ചിന്തയും. ഇത് നമ്മുടെ ഈമാൻ നന്നാക്കും. നമ്മുടെ ഈമാനിൽ കലർപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് ശരിയാക്കും. മൂന്നാമതായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയുടെ ലോകത്തേക്ക് നമ്മൾ എത്തും. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഇത് നന്മയിലേക്ക് നമ്മെ നയിക്കുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ അല്ലാഹ് പറഞ്ഞു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഹ്സൻ. എല്ലാറ്റിലും നന്മയിലേക്ക് നയിക്കുമെന്ന്, എല്ലാ കേടുകളും ഇല്ലാതാക്കി തരുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ. രണ്ടാമതായി പറഞ്ഞത് സുന്നത്തുകൾ അധികരിപ്പിക്കുക. നമ്മുടെ ഈമാൻ നന്നാക്കാൻ, നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ, റബ്ബിന്റെ തൃപ്തി കിട്ടണമെങ്കിൽ ഖുർആൻ പറഞ്ഞത് അതാണ്. ഏത് നന്മയുടെ വഴികളും നമുക്ക് തുറന്നു തരാൻ സുന്നത്തുകൾ അധികരിപ്പിച്ചാൽ അള്ളാഹു നമുക്ക് ചെയ്തു തരുമെന്ന് ഖുർആൻ പറയുന്നു. മൂന്നാമതായിട്ട് ദിക്റുകൾ, മനസ്സുകൊണ്ടും നാവുകൊണ്ടും ദിക്റുകൾ അധികരിപ്പിക്കുക. എങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തിയുടെ ലോകം തുറന്നു കൊടുക്കുമെന്ന് മാത്രമല്ല, അവരുടെ വിശ്വാസവും ആദർശവും നന്നാക്കാനുള്ള വഴികൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാലാമത്തെ ഒരു കാര്യമായിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും സ്വന്തം ഇഷ്ടങ്ങളെക്കാളും താല്പര്യങ്ങളെക്കാളും മുൻതൂക്കം കൊടുക്കുന്നവരാണ് എങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും തൃപ്തിയുടെ ലോകമായ സ്വർഗ്ഗവും റബ്ബ് സുബ്ഹാനഹു വ തആല സമ്മാനിക്കുമെന്ന്. വ അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അഞ്ചാമത്തെ ഒരു കാര്യമായി അല്ലാഹുവിനെ പറ്റി പഠിച്ചറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുക എന്നത്. അള്ളാനെ അറിയുന്നതിനനുസരിച്ച്, റബ്ബ് സുബ്ഹാനഹു വ തആലയെ പറ്റി കേൾക്കുന്നതിനനുസരിച്ച് റബ്ബിനോടുള്ള ഇഷ്ടം കൂടുകയും അവൻ്റെ തൃപ്തിയുടെ ലോകത്തേക്ക് നമുക്ക് അടുക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ ആറാമത്തെ ഒരു കാര്യമായി സ്വന്തം ജീവിതത്തിൽ റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾ തിരിച്ചറിയുകയും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ ഒരാൾ സന്നദ്ധനാവുകയും ചെയ്താൽ റബ്ബിൻ്റെ തൃപ്തിയുടെ ലോകത്തേക്ക് എത്താനുള്ള കഴിവ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും. മാത്രമല്ല അവൻ്റെ കുറ്റങ്ങളും കുറവുകളും അവൻ പുറത്തു കൊടുക്കുകയും വിശ്വാസവും ആദർശവും നന്നാക്കി കൊടുക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. ഏഴാമത്തെ ഒരു കാര്യമായി അള്ളാഹുവിൻ്റെ മുന്നിൽ സർവസ്വവും കീഴൊതുങ്ങി വിനയാന്വിതരായിക്കൊണ്ട് പ്രാർത്ഥന നടത്തുന്ന ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയുടെ ലോകത്തേക്ക് എത്താൻ കഴിയുമെന്ന്. ഒറ്റയ്ക്കിരുന്നു കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് കരയുകയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്ന രൂപത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവൻ്റെ തൃപ്തിയുടെ ലോകത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോകുമെന്ന്. നല്ല കൂട്ടുകെട്ടുകൾ അതിനുപകരിക്കുമെന്ന്. ഹറാമുകൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ തൃപ്തി കൈവരിക്കാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സമയം കുറഞ്ഞതുകൊണ്ട് ഒറ്റയടിക്കങ്ങനെ എണ്ണി പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു തൃപ്തിയുടെ ലോകം കരസ്ഥമാക്കാൻ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈമാൻ ശരിയാക്കുക, നമ്മുടെ ആദർശം ശരിയാക്കുക, നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയാക്കുക. റബ്ബിലുള്ള വിശ്വാസം, പ്രവാചകനിലുള്ള വിശ്വാസം, നമ്മുടെ അന്ത്യദിനത്തിലുള്ള വിശ്വാസം, ഇക്കാര്യങ്ങളാണ് ഒന്നാമതായി നമ്മൾ നന്നാക്കേണ്ടത്. അത് നന്നാക്കാതെ നമ്മൾ എന്ത് പ്രവർത്തിച്ചിട്ടും കാര്യമില്ല, എല്ലാം നഷ്ടമാണെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രൂപത്തിൽ ഈമാൻ നന്നാക്കി വിശ്വാസം ശരിയാക്കി കലർപ്പുകളില്ലാതെ ഏറ്റവും സുശക്തമായ ഒരു വിശ്വാസത്തിൻ്റെ ഉടമയാക്കി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.